കോഴിച്ചുരിയുന്ന മഴയാണ്. ഒരിടവേള പോലുമില്ലാതെ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുടത്തിന് ഒരു തുള്ളിക്ക് ഒരു കുടം വെള്ളം എന്ന പോലെ റാണിയമ്മ മുറ്റത്തേക്ക് നോക്കിയിരിപ്പാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും ഒരാഴ്ചയായി കഴിഞ്ഞിട്ടില്ല. ചക്കിപ്പെണ്ണാണെങ്കിൽ വെളിയിൽ പോയിട്ട് ഓടി അകത്ത് കയറി. മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഉണ്ണിക്കുട്ടൻ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തൊടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പാടത്തേക്ക് പോവുകയാണ്. മഴ ശക്തമായ മഴയാണ്. അപ്പോൾ എല്ലായിടം വെള്ളമൊക്കെ കയറി ഉള്ള സാഹചര്യമാണ് ഉള്ളത്. സാധാരണഗതിയിൽ നമുക്ക് ചില നേരങ്ങളിൽ ഉച്ചത്തോർച്ചയൊക്കെ ഉണ്ടാകും, പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്, ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടനാട് ഏരിയകളിലൊക്കെ, അപ്പർ കുട്ടനാട്ടിലൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് ഇത്രയും ദിവസമായിട്ട് പാടത്തൊക്കെ ഒന്നും ഇറങ്ങിയില്ല. പാടമൊക്കെ നിറഞ്ഞ് ഉള്ള ഇതാണുള്ളത്. ഇപ്പം നിലവിൽ പാടത്തൊക്കെ ഒരുമാതിരി വെള്ളമുണ്ട്. നമ്മുടെ ഈഴത്തോട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ പുറഭാഗത്തുള്ളതാണ്. അവിടെ എന്ന് വെച്ചിട്ട് ഇടയ്ക്ക് പാത്തി വെച്ചൊക്കെ ഉണ്ടായിരുന്നു. മഴയിൽ ശക്തമായിട്ട് ആ പാത്തിയൊക്കെ ഫില്ലാകുന്ന തരത്തിലാണ് മഴ. അതുപോലെ തന്നെ ഇവിടെ കരയിലേക്ക് വെള്ളം കയറാവുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പല പ്രദേശങ്ങളും വെള്ളത്തിൻ്റെ പിടിയിലാണ്. മുട്ടാർ, തകഴി, അവിടെ രാമങ്കരി, മിത്രങ്കരി, അവിടെയൊക്കെ ഭയങ്കര മഴയാണ്. നമ്മുടെ മാളാത്തൊക്കെ ഇന്ന് രാവിലെ തൊട്ട് വെള്ളം കയറി തുടങ്ങി. അതുപോലത്തെ കണ്ടീഷനാണ്. കാരണം മഴ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ഒക്കെ ആയിട്ടൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനൊക്കെ ആയിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടത്. അടുത്ത മഴ കൊണ്ടുവരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് പൊഴിയുന്നുണ്ട്, പക്ഷേ അത്ര ശക്തമല്ല. അപ്പോൾ നമുക്ക് ഈ മഴവെള്ളം തുള്ളി തുള്ളിയായിട്ട് കണ്ടത്തിലേക്ക് വീഴുകയാണ്. നമുക്ക് കണ്ടാലും ചെറിയ രീതിയിലുള്ള മഴയാണ്. ഇപ്പോൾ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. കുടയൊക്കെ പറന്നു പോകുന്നു. കാറ്റാണ് നമുക്ക് എന്തും ഭയം. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴും. ഇപ്പോൾ നമ്മുടെ കണ്ടത്തിലെ വെള്ളം കെട്ടിൻ്റെ അവിടോട്ടൊക്കെ റോഡിലോട്ട് കയറാറായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കിഴക്കൻ വെള്ളത്തിൻ്റെ ഇതാണ്. നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ചൻകോവിലാറിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ എന്ന് പറയുമ്പോൾ അച്ചൻകോവിലും പമ്പായും കൂടെ വരും. ഇതാ കണ്ടത്തിൻ്റെ അവിടെ നിന്ന് സ്വല്പം റോഡിലോട്ട് കുഴിയുള്ള ഭാഗത്തോട്ട് കയറിയതാണ്. ഇത് സാധാരണ മഴക്കാലത്ത് നമ്മുടെ ഈ പാണ്ടത്തിൻ്റെ അവിടെ നിന്ന് വടക്കോട്ട് ഒഴുക്കൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി ഒഴുക്ക് കൂടുന്നുണ്ട്. അവിടെ ചെറിയൊരു പാത്തി പോലെ അന്ന് കൃഷി സമയത്ത് ചെയ്തതാണ്. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളമുണ്ടോ ഒന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോച്ചയുടെ മുകളിലോട്ടൊന്നും വെള്ളം വന്നില്ല, പക്ഷെ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് തറ. അവിടെ വീടുകളൊക്കെ ഉണ്ട്. അവിടെ വഴി മൊത്തം കംപ്ലീറ്റ് ആയി അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ നമ്മുടെ ഈ കിഴക്ക് ഭാഗത്ത് കണ്ടതിലൊക്കെ വെള്ളം വരുന്നതെന്ന് വെച്ചാൽ ഉത്തരപ്പള്ളിയാറ്റിൽ നിന്ന് വരുന്ന, മുൻ്റെ പുറകിൽ കണ്ടാലും അറിയാം, ഉത്തരപ്പള്ളിയാറ്റിൽ നിന്ന് പോകുന്ന ഒരു കൈത്തോട്, മാമ്പറപ്പാടം തോട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ നിന്ന് പോകുന്ന ഒരു തോടാണ്. ആ തോട് വലിയ തോട് വന്ന് ഈ വീതിയിലാണ് പോകുന്നത്. അവിടെ ഒരു അയ്യത്തെ ഒരു ഭാഗത്തെ കെട്ട് ഇടിഞ്ഞു പോയി. അവിടോട്ട് വെള്ളവും തോടിൽ നിന്ന് ഒഴുകുന്നുണ്ട്. ഇത് നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്. കണ്ടം അതിൻ്റെ അപ്പുറം പാടം ഉണ്ടെങ്കിൽ ഇത് ആ പുരയിടത്തിലോട്ട് ഇടിഞ്ഞ് പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ. അതുപോലെ തന്നെ നല്ല ഫോറസ്റ്റിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞില്ല, തോട് വരുന്ന ഭാഗം, ഉത്തരപ്പള്ളിയാറ്റിൽ നിന്ന് തോട് വരുന്ന ഭാഗമാണ് ഇത്. കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ വരുമ്പോൾ കൈത്തോട് മാറി. ഇവിടെ നമ്മുടെ ഒരു വീടിൻ്റെ മതിൽക്കെട്ടിൻ്റെ സൈഡിലെല്ലാം കണ്ടത്തിൽ നിന്ന് വെള്ളം കയറി. ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ ആ ഭാഗത്തു നിന്നെല്ലാം കണ്ടത്തിൽ നിന്ന് വെള്ളം റോഡിലേക്ക് കയറുകയാണ്. റോഡിലേക്ക് കയറി അവിടെ അപ്പുറത്തൊരു അങ്ങോട്ട് വീടുണ്ട്. അവിടോട്ടെല്ലാം വെള്ളം അങ്ങോട്ട് ഒഴുകും. ചെറിയ മഴയിൽ തന്നെ ഇതുപോലെ നമ്മുടെ വെള്ളം, ഈ കൊച്ചു വെള്ളം ചെറിയ രീതിയിൽ പോകുന്നെങ്കിലും നല്ല സ്പീഡിലാണ്, നല്ല ഇതാണ്. അവിടെ കണ്ടോ റോഡിൻ്റെ ലെവലിന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമുണ്ട്. പക്ഷേ അങ്ങേ സൈഡിലും നമ്മുടെ കിഴക്കൻ സൈഡുകളിലും ഒക്കെ ഭയങ്കര വെള്ളമാണ്. കിഴക്കൻ വെള്ളത്തിൻ്റെ വെള്ളമാണ് പ്രധാനമായിട്ട് ആലപ്പുഴ ജില്ലയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ആലപ്പുഴ ജില്ല, ചെങ്ങന്നൂർ തുടങ്ങിയ ഏരിയകളിൽ പത്തനംതിട്ട ജില്ലയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന താലൂക്കൊക്കെയാണ്. വെള്ളം കണ്ടോ, ആ വീട്ടിലേക്ക് പോകാനൊക്കാത്ത സ്ഥിതിയാണ്. അവിടെ എല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ കണ്ടോ ഭയങ്കര വെള്ളമാണ്. ഇതിനകത്തിലൊക്കെ നില പോലും കാണത്തില്ല. നിലയുണ്ട് എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും കാണത്തില്ല. റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വന്നത്. എന്തായാലും നല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്തനംതിട്ടയിലെ ജില്ലയിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ജില്ലയിലാണെങ്കിലും. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാൽപ്പത്തിയുടെ ഒരു ഇതിൽ തന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ടാണ് വെള്ളം ഒഴുകുന്നത്, ഇങ്ങേ സൈഡിലോട്ട് വരുന്നില്ല. ഇത് നമ്മുടെ ഒരു കൃഷിയിടത്തിൽ വെള്ളം കയറിയതാണ്. ഇത് നമ്മുടെ ആറാട്ടുകുളമാണ്, ഭവാനി അടിക്കുന്ന കുളം. അത് നമ്മുടെ കിഴക്ക് ഭാഗത്താണ്. ഇപ്പോൾ മഴ ചെറുതായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. തിരപ്പള്ളിയാറ് നിറഞ്ഞ് പായൽ വന്ന് അങ്ങേ വീട്ടിലോട്ട് കയറുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.